പ്രിയപ്പെട്ട കുട്ടികളെ, എന്താണ് കപ്പാസിറ്റർ, എന്താണ് കപ്പാസിറ്റൻസ് എല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കപ്പാസിറ്റൻസ് വി ആർ ഹാവിങ്. നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട് C/Q/V. കപ്പാസിറ്റർ സീരീസ് കോമ്പിനേഷൻ, പാരലൽ കോമ്പിനേഷൻ ഡെറൈവ് ചെയ്തിട്ടുണ്ട്. എന്താണ് സീരീസിൻ്റെയും പാരലിൻ്റെയും ആവശ്യകത ഇൻ ഇലക്ട്രിസിറ്റി, അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്റൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ കൺസെപ്റ്റാണ്, ക്വാണ്ടിറ്റിയാണ് എനർജി ഓഫ് ദി കപ്പാസിറ്റർ. എന്താണ് എനർജി ഓഫ് എ കപ്പാസിറ്റർ, ഹൗ ദി എനർജി ഓഫ് എ കപ്പാസിറ്റർ ക്യാൻ ബി ഡിറൈവ്ഡ് ഔട്ട്. സോ ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കപ്പാസിറ്ററിൻ്റെ എനർജിക്ക് ഇക്വേഷൻ ഡെറിവ് ചെയ്യാനാണ്. മെക്കാനിക്സിൽ കിണറിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് അടിച്ച് കയറ്റാൻ വേണ്ടി മോട്ടോർ പണിയെടുക്കുന്നു. വർക്ക് ഈസ് ഡൺ ബൈ ദ മോട്ടോർ ടു ഡിസ്പ്ലേസ് ദ വാട്ടർ ഫ്രം ദ വെൽ ടു ദ വാട്ടർ ടാങ്ക്. The amount of work done by the motor is stored as the energy of the water. മോട്ടോർ ചെയ്യുന്ന വർക്ക് ഈ വെള്ളത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ടാപ്പ് ഓൺ ചെയ്യുന്ന സമയത്ത് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻടു കൈനറ്റിക് എനർജി. വാട്ടർ ഫ്ലോസ് ഡൗൺ, വാട്ടർ താഴേക്ക് ഒഴുകുന്നു. അപ്പോൾ പണിയെടുത്തത് മോട്ടോർ, എനർജി ഗെയിൻ ചെയ്തത് വാട്ടർ. ആര് പണിയെടുത്തുന്നോ ആര് എനർജി ഗെയിൻ ചെയ്തോന്ന് ഫിസിൽ പ്രശ്നമല്ല, ബട്ട് ലോ കൺസർവേഷൻ ഓഫ് എനർജി ഷുഡ് ബി ഒബൈഡ്. അതോടെ പാലിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി പണിയെടുക്കുന്നത് ആക്ച്വലി ബാറ്ററിയാണ്. വർക്ക് ഈസ് ഡൺ ബൈ ദ ബാറ്ററി ഇൻ ചാർജ് ദ കപ്പാസിറ്റർ. എന്താണോ ബാറ്ററി ചെയ്യുന്ന വർക്ക് അതാകുന്നു എനർജി ഓഫ് ദ കപ്പാസിറ്റർ, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ കപ്പാസിറ്റർ. എന്താ പൊട്ടൻഷ്യൽ എനർജി ഓഫ് കപ്പാസിറ്റർ? അപ്പോൾ എനർജി ഓഫ് എ കപ്പാസിറ്റർ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ചാർജ് ഇൻ ദ കപ്പാസിറ്റർ. കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ വേണ്ടി ബാറ്ററി ചെയ്യുന്ന വർക്ക് കപ്പാസിറ്റർ എനർജി ആയിട്ട് ഗെയിൻ ചെയ്യുന്നു. വർക്ക് ഡൺ ബൈ എ ബാറ്ററി ഇൻ ചാർജിങ് എ കപ്പാസിറ്റർ ഈസ് കോൾഡ് എനർജി ഓഫ് ദി കപ്പാസിറ്റർ. സി ഇക്വേഷൻ അറിയാൻ പോകുന്നു. A capacitor of capacitance C is connected to a battery of potential difference V volt through a key. Capacitance C is equal to Q by V, you know. അതുകൊണ്ട് V is equal to Q by C, V Q by C. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വർക്ക് ഡൺ ഓൺ എ ചാർജ്. Q മാഗ്നിറ്റ്യൂഡുള്ള ചാർജിൽ വി എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ കീപ്പ് ചെയ്യുകയാണെങ്കിൽ വർക്ക് ഡൺ ദ ചാർജ് W is equal to QV ആണ്. ഓർമ്മ ഉണ്ടായിരിക്കണം, നേരത്തെ പഠിച്ചിട്ടുണ്ട്. W is equal to QV. സർക്യൂട്ട് ഓൺ ചെയ്തു. ഈ ബാറ്ററിയിൽ നിന്ന് വെരി സ്മോൾ എമൗണ്ട് ഓഫ് ചാർജ് DQ ഈസ് എൻറ്ററിങ് ഇൻ ടു ദി കപ്പാസിറ്റർ ഫീൽഡ്. അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണ്. സോ വർക്ക് ഡൺ, വെരി സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഓൺ ദിസ് ചാർജ്. To displace the small amount of charge dq, dw is equal to vdq. കാരണം w is equal to qv ആണ്, but v is equal to q by c. അതുകൊണ്ട് small amount of work done dw is equal to q by c into dq is equal to 1 by c into q dq. എന്താ ഈ dw? Very small amount of charge to displace a very small amount of charge dq. പക്ഷേ നമുക്ക് ചാർജ് ചെയ്യുന്നത് കൊടുക്കേണ്ട ചാർജ് സ്മോൾ എമൗണ്ട് ഓഫ് ചാർജില്ല, മറിച്ച് ഈ കപ്പാസിറ്ററിൻ്റെ ഇല്ലായ്മയിൽ നിന്ന്, ദാരിദ്ര്യത്തിൽ നിന്ന്, സീറോ ചാർജിൽ നിന്ന് Q എന്ന മാക്സിമം ചാർജ് ഡിസ്പ്ലേസ് ചെയ്യാൻ എന്ത് വർക്കാണ് ഈ ബാറ്ററി ചെയ്യുന്നത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതാണ് എനർജി ഓഫ് ദ കപ്പാസിറ്റർ. സോ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ടു ഡിസ്പ്ലേസ് the charge from 0 to Q can be calculated by integrating the above equation between the two limit 0 and Q. So total amount of work done W is equal to W is equal to integral dW limit 0 to Q. W is equal to integral 0 to Q. dW എന്താ? Q by C into dq. So 1 by C പുറത്തേക്ക് എടുക്കുന്നു. W is equal to 0 to Q integration Q by C into dq. 1 by C taken out. 1 by C integral 0 to
ക്യൂ ഡി ക്യൂ. ഇൻ്റഗ്രേഷൻ നേരത്തെ നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ആണെങ്കിൽ ഇൻ്റഗ്രൽ ക്യൂ റേസ് ടു വൺ ഡി ക്യൂ ആണ്. ക്യൂ റേസ് ടു വൺ പ്ലസ് വൺ ബൈ വൺ പ്ലസ് വൺ ക്യൂ സ്ക്വയർ ബൈ ടു. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു വൺ ബൈ സി ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ ടു. ലിമിറ്റ് 0 to q. അപ്പർ ലിമിറ്റ് ആദ്യം അപ്ലൈ ചെയ്യുന്നു, ലോവർ ലിമിറ്റ് പിന്നെ കൊടുക്കുന്നു, മൈനസ് ചെയ്യുന്നു. ഡബ്ല്യു ഇസ് ഈക്വൽ ടു 1 c ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ ടു മൈനസ് 0 സ്ക്വയർ ബൈ ടു. 0 സ്ക്വയർ ബൈ ടു 0. ഡബ്ല്യു ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ദ ബാറ്ററി ടു ചാർജ് ദ കപ്പാസിറ്റർ ത്രൂ ക്യൂ ഈസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് ക്യൂ സ്ക്വയർ ബൈ സി. സി ഇസ് ഈക്വൽ ക്യൂ ബൈ വി, അതുകൊണ്ട് ക്യൂ ഇസ് ഈക്വൽ സി വി. ഈ ഇക്വേഷനിൽ ക്യൂവിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂ ഇസ് ഈക്വൽ സി വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡ് ബൈ സി. സി സി ക്യാൻസൽഡ്, ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് സി വി സ്ക്വയർ. സെക്കൻഡ് ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ. So W is equal to half Q square by C. W is equal to half CV square. C is equal to Q by V. Again on substitution, W is equal to half Q by V into V square. So V cancel. Equation W is equal to half QV. മൂന്ന് ഇക്വേഷൻ കിട്ടി വർക്ക് ഡൺ ബൈ ദ ബാറ്ററി. W is equal to half Q square by C is equal to half CV square is equal to half QV. ഇത് ബാറ്ററി ചെയ്യുന്ന വർക്കാണ്. ദിസ് വർക്ക് ഡൺ ഈസ് സ്റ്റോർഡ് ആസ് ദി എനർജി ഓഫ് ദ കപ്പാസിറ്റർ. സോ എനർജി ഓഫ് ദ കപ്പാസിറ്റർ യു ഇസ് ഈക്വൽ, ഞാൻ സിമ്പിൾ മാറ്റുന്നു, യു ഇസ് ഈക്വൽ ടു half Q square by C is equal to half CV square is equal to half QV. This work done is stored as the energy of the capacitor. Work done by the battery ആണ് ഇക്വേഷൻ കിട്ടിയത്. ആ ഇക്വേഷൻ ചെയ്തു, അത് തന്നെയാണ് എനർജി ഓഫ് ദ കപ്പാസിറ്റർ. അതുകൊണ്ടാണ് എനർജി ഓഫ് ദ കപ്പാസിറ്റർ യു ഇസ് ഈക്വൽ ടു half CV square is equal to half Q square by C is equal to half Q into V. So work done by the battery in charging the capacitor is called energy of the capacitor. I repeat once again. A capacitor of capacitance C is connected to a battery of potential V volt. C is equal to Q by V. അതുകൊണ്ട് V is equal to Q by C. Small amount of work done displays charge dQ to the capacitor is dW is equal to V into dQ is equal to Q by C into dQ. So total amount of work done to charge the capacitor from 0 to Q can be calculated by integrating the equation. W is equal to integral 0 to Q dW is equal to 0 to Q by C into dQ. 1 by C integral Q dQ. ലിമിറ്റ് 0 മുതൽ Q വരെ കൊടുത്തുകൊണ്ട് ഈ ഇക്വേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് വർക്ക് ഡൺ ടു ചാർജ് ദ കപ്പാസിറ്റർ ഫ്രം 0 to Q. അതുകൊണ്ട് W is equal to ഇക്വേഷൻ കിട്ടിയത് അങ്ങനെയാണ്, 0 to Q 1 by C Q dQ. On integration, integral Q dQ Q square by 2. Limit 0 to Q. അതുകൊണ്ട് W is equal to, we obtain the equation as W is equal to half Q square by C. Q substitute ചെയ്തു, Q is equal to CV. അതുകൊണ്ട് ഇക്വേഷൻ വീണ്ടും വന്നു half CV square. C ക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, C is equal to Q by V ആണ്, വീണ്ടും ഇക്വേഷൻ വന്നു half Q into V. So 3 equations, W is equal to half Q square by C, half CV square, half Q into V. This is the amount of work done. This work done by the battery is stored as the energy of the capacitor, U. അതുകൊണ്ട് energy of the capacitor U is equal to half Q square by C is equal to half CV square is equal to half Q into V.
energy of the capacitor. That's all. Thank you.